ആണും പെണ്ണും മാത്രമുള്ള പ്രണയം മാത്രമല്ല അതുമല്ല എന്തിനോട് പ്രണയം ഇപ്പൊ പറയുന്നത് ജാതിയും മതം പ്രശ്നമല്ല, പക്ഷേ ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ஈவன் ஆண் பெண்ணுக்கும் கம்பேனியன்ஷிப் இருக்கணும். അതെ, அண்ட் ட்ரஸ்ட் இருக்கணும், ரெஸ்பெக்ட் இருக்கணும். அப்பதான் அந்த பிரணயம் കൂടി ആகும். ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കട്ടനിട്ട് തരാൻ പോലും ആരുമില്ല. ടീച്ചർക്ക് സമ്മതമാണെങ്കിൽ ടീച്ചർ എൻ്റെ വീട്ടിലേക്ക് പോയി. പ്രണയം ആഫ്റ്റർ സർട്ടൻ ഏജ്, പ്രണയം ഇസ് കമ്പാനിയൻഷിപ്പ്. സോ യു ലിവിങ് ടുഗദർ, യെസ്, ബട്ട് ഒരു കമ്പാനിയൻഷിപ്പ്, ഒരു ഡിപ്പെൻഡൻസി, that tell your feelings, somebody to make കട്ടൻ ചായ. ശരിക്കും ഇത് വൈകി പോയി എന്ന് സ്വയം പരിശോധിക്കുമ്പോൾ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നില്ല. ഇതാണ് സമയം എന്നാണ് എനിക്ക് തോന്നിയത്. ഇതന്നെയായിരിക്കും സമയം. ഏറ്റവും വലിയ ആളുടെ ആക്ട്രസിന്റെ പോലും തിയേറ്റർ കിട്ടാതെ ഓടിക്കളിക്കുന്ന ഒരു സമയമാണ്. സാധാരണ രീതിയിൽ നമ്മൾ മമ്മൂക്കയെ കുറിച്ച് പറയാറുണ്ട്, 70കളിലും ഇപ്പോഴും നായക പരിവേഷത്തോടു കൂടി പോകുന്നു എന്നുള്ളത്. പക്ഷെ ജയരാജനെ സംബന്ധിച്ചിടത്തോളം 70കളിൽ എത്തുമ്പോഴാണ് നായകനായിട്ടുള്ള അല്ലെ. സമീപകാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ എത്രത്തോളം ഹിറ്റായിട്ട് വിജയ ചിത്രങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു തരത്തിൽ നല്ലതാണെങ്കിലും മറുതരത്തിൽ വരുന്ന ചിത്രങ്ങൾക്ക് അതൊരു പ്രതിസന്ധിയായിട്ട് മാറും തോന്നുന്നുണ്ടോ? இன்னும் ஒரு படத்தோட மஞ்சுமன் பாய்ஸ் மாதிரி ஒரு படத்தோட கம்பேர் பண்ண முடியாது. It cannot be equally compared. இது வேற, அது வேற. அது ஒரு பெரிய பிரணயம் தான். So important thing in old age is companionship and respect for each other. ഈ പ്രണയം എപ്പോഴും പൈങ്കിളി എന്ന് പറയാറുണ്ട്. 70കളിലെ പ്രണയം പൈങ്കിളിയാണോ? അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അത് മാത്രമല്ല ഞാൻ പറയുന്നത്. ആയിരത്തി 1947 ഇതുവരെ സ്വാതന്ത്ര്യമായിരുന്നെങ്കിൽ ഇനി മുതൽ ഇന്ത്യൻ സിനിമയ്ക്ക് 1947 പ്രണയം കൂടിയാണ്. ജനനം 1947, പ്രണയം തുടരുന്നു. സിനിമ വിശേഷങ്ങളുമായിട്ട് ജയരാജ് കോഴിക്കോട്, പൽസറി ലീല സാംസൺ. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഈ 70കളിലെ പ്രണയം എന്ന് പറയുന്നേക്കാൾ മുമ്പ് ഈ 50 വർഷക്കാലം മലയാള സിനിമയുടെ ഭാഗമായിട്ട് 70കളിൽ എത്തുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മമ്മൂക്കയെ കുറിച്ച് പറയാറുണ്ട്, 70കളിലും ഇപ്പോഴും നായക പരിവേഷത്തോടു കൂടി പോകുന്നു എന്നുള്ളത്. പക്ഷെ ജയരാജനെ സംബന്ധിച്ചിടത്തോളം 70കളിൽ എത്തുമ്പോഴാണ് നായകനായിട്ടുള്ള അല്ലെ. സോ എങ്ങനെ ഒരു മലയാള സിനിമയ്ക്കുള്ള ഒരു മാസ് പരിവേഷം, ഒരു നായകനായിട്ടുള്ള ഒരു സെക്കൻഡ് എൻട്രി നടത്താണ്, എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഫീൽ ചെയ്യുന്ന വെച്ചാൽ വളരെ സന്തോഷത്തിലാണ്. ഇങ്ങനെ നായക വേഷം കിട്ടുകയും ഇങ്ങനത്തെ സിനിമയിൽ ഭാഗമാവുകയും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെ ഇതിലോട്ട് ഇപ്പോൾ ഒരു സിനിമ പറഞ്ഞു, സിനിമയിൽ എത്രത്തോളം 70കളിലെ പ്രണയം പറയുന്നു, കുറേയേറെ ഇപ്പോൾ മലയാളത്തിൻ്റെ പ്രത്യേകിച്ച് സത്യന്തികയുടെ സിനിമകളിലൂടെയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖമായിട്ട് എപ്പോഴും ജയരാജനെ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അപ്പം അത്തരത്തിലൊരു നായകനായിട്ടുള്ളൊരു സിനിമയാണ്, കഥാപാത്രമാണ് ചെയ്യുന്നതെന്നുള്ളത് ഫസ്റ്റ് ഓൾ സ്വാഭാവികമായിട്ടൊരു അമ്പരപ്പ് ഉണ്ടായിരിക്കും അല്ലെ. ഇത് റിയാലിറ്റി ആണോ എന്നുള്ളത് സത്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു ഭയം തോന്നിയില്ല. കാരണം നമ്മൾ ഒരുപാട് നാടകങ്ങളും അതിലൊക്കെ നായകനും ഇതൊക്കെ ചെയ്യുകയും സിനിമയിലെ കുറെ വേഷങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു സാധാ ഫീലിംഗ് തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പം ഇത്രയും വർഷം അല്ലെങ്കിൽ നായകൻ്റെ എൻട്രി ഇത്ര വൈകി എന്ന് പറഞ്ഞു, പക്ഷെ ഇത്രത്തോളം കാലം നാടക നടനായിട്ടും സിനിമയിലാണെങ്കിലും വൺ മാൻ ഷോ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ജാസ് പ്ലെയർ കൂടിയാണ്, കുറേയേറെ റോളുകൾ ഒരേ സമയം നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. ശരിക്കും ഇത് വൈകിപ്പോയി എന്ന് സ്വയം പരിശോധിക്കുമ്പോൾ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നില്ല. ഇതാണ് സമയം എന്നാണ് എനിക്ക് തോന്നിയത്. ഇതന്നെയായിരിക്കും സമയം. മാം നമസ്കാരം. നമസ്കാരം. മലയാളത്തിൽ വളരെ കുറവ്. സ്വാഭാവികമായിട്ട് ജയരാജനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഇന്നിംഗ്സിലോട്ട് കടക്കുകയാണ്. ഒരു 50 വർഷം കഴിഞ്ഞിട്ടൊരു നായകനായിട്ട് കിടക്കുമ്പോൾ മാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡാൻസർ ആയിരുന്നു, കൊറിയോഗ്രാഫർ ആയിരുന്നു. ലൈഫിൽ ഒരു സെക്കൻഡ് ഇന്നിംഗ്സിലോട്ടിലാണ് സിനിമകളിൽ സജീവമാവുന്നത് അല്ലെ. എപ്പോഴും കുറെ കൂടിയും ആക്റ്റീവ് ആവുന്നതും ഇപ്പോഴാണ്. அது நான் இப்போ கொஞ்சம் ஆக்டிவாக தான் இருப்பேன். ஆமாம், அதுவும் புது புது கலையெல்லாம் கற்றுக்கிறதுக்கு எனக்கு ஒரு ரொம்ப பெரிய ஆசை. ஸோ அதனால தான் சினிமாவில் வந்திருக்கேன். ஆஃப்டர் ரிட்டையர்மெண்ட் ஆஸ் அ டான்ஸர். ஐ ஸ்டில் டான்ஸ். ஆனாலும் இப்போ இந்த இதில் கால் வச்சுருக்கேன். அது மணி சார் ஓட பாகியத்தினால ஹி asked me to play in OK Kanmani. அப்போ கூட it was an elderly couple தான்.
இப்போ கூட ஐ திங்க் இட்ஸ் அன் எல்டர்லி கப்பிள். எனக்கு செகண்ட் இன்னிங்ஸ் மாதிரி இல்லை, பட் ஒரு ஆப்பர்ச்சுனிட்டி டு டு play the role of somebody who is has some feelings about her being alone, தனியா இருக்கா, ஒரு ஓல்ட் ஏஜ் ஹோம்ல இருக்கா, இந்த மாதிரி ஒரு ஆப்பர்ச்சுனிட்டி டு பி ஃப்ரீ, டு ஃபைண்ட் யுவர் ஃப்ரீடம். அதுதான் ஒரு நல்ல. see even people who are old, அவங்களுக்கு வந்து கொஞ்சம் ஃப்ரீடம் வேணும். what freedom you had when you were 20-24, and the freedom திருப்பி at the age of 65-70 you want that freedom to do what you like. So Jairaj sir is conservative, he got married at the right time, had his children, he had that life. I never married. So I think, but still after 65 I think many elderly people feel, now let me do what I want to do. குழந்தைலாம் பெரியவங்க ஆயிட்டாங்க, you have பேரன் பேத்தி, now let me be free. I think this picture deals with that age group of people who want to find the freedom to be who they are. Whether I want to marry a man below my social standing or whatever, to be free to make your own decision. Absolutely. സിനിമയിലെ പ്രമേയം സ്വാഭാവികമായിട്ട് ഈ 70കളുടെ അവരുടേതായിട്ടുള്ള ഇനി അടുത്ത ജീവിതം എന്ന് പറയുന്നത് ഇഷ്ടത്തിനനുസരിച്ച് ഒരു കൂട്ട് തേടി എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. ജയരാജനെ സംബന്ധിച്ചിടത്തോളം റിയൽ ലൈഫിൽ മാം നേരത്തെ തുടങ്ങി വെച്ചതുപോലെ വാക്കുകൾ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം എന്നുള്ളത് റിയൽ ലൈഫിൽ സംഭവിച്ചു, സിനിമാ ജീവിതത്തിലും സംഭവിച്ച് നിൽക്കുകയാണ്. ഇതിൽ കൃത്യമായിട്ട് നമ്മുടെ ഈ സിനിമയുടെ പോസ്റ്റർ കാണുന്നത് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ ഈ ഒരു പിക്ചറിലൂടെയാണ് സിനിമയുടെ വിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. മാം റിയൽ ലൈഫിലെ വിവാഹിതയല്ല, മാരേജ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു പിക്ചറിലെ അതിന്റെ റിയാലിറ്റി, അതിന്റെ ഒരു ഇമോഷൻ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. മനസ്സിൽ ശരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്ന മൊമെന്റിൽ എന്താ ഫീൽ ചെയ്തത്? ടു തിങ്സ്. ഒന്ന് கொஞ்சம் காமெடியா இருந்தது. elderly couple, everybody's holding you and bringing you, அது குழந்தை ஐஷன் வர மாதிரி, அது கொஞ்சம் காமிக்கா இருந்தது. பட் இன்னொன்று வந்து ஒரு சின்ன பள்ளிக்கூடத்தில், ஒரு சின்ன வில்லேஜில் கல்யாணம் இஸ் வெரி டிஃப்ரெண்ட் ஃப்ரம் தி பிக் மேரேஜஸ் வி சீ நவ். அங்கே வந்து 10 பேர், அதில் 3 பேர் சிரிச்சுட்டே இருந்தாங்க. அவரோட டாடி ஃப்ரெண்ட்ஸ், அந்த வில்லேஜில் டாடி ஃப்ரெண்ட்ஸ், அவங்க வந்து சிரிச்சுட்டே இருந்தாங்க. ஸோ இட் மேக்ஸ் லைட் ஆஃப் அ சிச்சுவேஷன். ரொம்ப சீரியஸாக எல்லாமே, ஆனாலும் ஒரு 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 ஃபீலிங் தட் திஸ் இஸ் a bandham, this is a decision we made together. Whether you are rich or poor or you high society, low society, adella onnu kandukame, just to be free to make that decision on our own. நாங்களே வந்து ஒரு டிசிஷன் எடுத்து அது எல்லாரும் வந்து நம்மளோட அக்கம் பக்கம் வந்து ஒரு சின்ன குட்டி கல்யாணம். It was nice. ഈ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ സന്തോഷേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടുപേരെയും കാണാൻ അത്രത്തോളം ഇമോഷണൽ ആയിട്ട് കണ്ടു നിന്ന് ഞങ്ങൾക്ക് പോലും കണ്ണിൽ വെള്ളം വന്നു എന്നാണ് സിനിമാറ്റോഗ്രാഫർ പറഞ്ഞത്. ഇപ്പോൾ ശരിക്കും ഇതിൽ എന്തെങ്കിലും മനസ്സിൽ വിഷ്വൽ വന്ന എന്തെങ്കിലും റെഫറൻസോ കാര്യങ്ങളോ, റിയൽ ലൈഫിൽ കണ്ട സീനോ, ഇല്ലെങ്കിൽ സത്യത്തിൽ മാമിനെ ഈ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എന്താ മാതിരി ഒരു മാരേജ് പണ്ടൊക്കെ യാസിർക്ക இந்த மாதிரி நினைக்கல. பட் சிம்பிளாக நடக்கணும்னா நான் முதல்லேருந்து ஈவன் வென் ஐ வாஸ் யங் ஐ செட் இந்த பெரிய கல்யாணம்லாம் பண்ணக்கூடாது, பண்ணால் இந்த மாதிரி சின்னதாக பண்ணணும், ஒரு சின்ன கிராமத்தில் போய் கல்யாணம் பண்ணிடணும், ஜஸ்ட் எக்ஸ்சேஞ்ச் லீவ் கார்லண்ட் அண்ட் பி ஹாப்பி. அது என்னோட ட்ரீம் கேம் ட்ரூ தட் டே. ஸோ அது வேறு. எனக்கு ரொம்ப இட் வாஸ் நைஸ் பிகாஸ் வென் யூ ஆர் அட் திஸ் ஏஜ், இப்போ வந்து 70 வயசு நம்ம 2 பேருக்கும் ஆயிடுத்து. இந்த சமயத்தில் வந்து அதை பற்றி யோசிக்கிறது, த சோஷியல் இம்ப்ரெஷன் தட் பீப்புள் ஹேவ் அபவுட் யூ, அது வந்து தட்ஸ் எ வெரி இம்பார்ட்டன்ட் திங் டு பிரேக் தட் சோஷியல் ஒரு தேர்ஸ் அ இப்படி தான் இருக்கணும், அப்படி தான் இருக்கணும், இந்த ரிலீஜியஸ் குரூப் அந்த ரிலீஜியஸ் குரூப் அதெல்லாம் பண்ணாமல் கொஞ்சம் நல்லா ஃப்ரீடமோட மேரி ஹூ யூ வாண்ட், பி ஹாப்பி, யூ ஹேவ் ஃபியூ இயர்ஸ் லெஃப்ட்,
அந்த ஃபியூ இயர்ஸ்ல என்ஜாய் பண்ணுவோம். ஜஸ்ட் பி ஹாப்பி. இட்ஸ் அ கம்பானியன்ஷிப். മാരേജ്ന്ന് சொன்னால் ഇറ്റ്സ് ഓൾസോ കമ്പാനിയൻഷിപ്പ്. യെസ്. ആൻഡ് എനിക്ക് തോന്നുന്നു ജയരാജേൻ്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് മുമ്പ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമായിരുന്നു ഹെലനിലെ അല്ലെ ഒരു വാച്ച്മാൻ റോൾ. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു ഡയലോഗായിരുന്നു സ്വാഭാവികമായിട്ട്, ഞാൻ ഒരുപാട് മുഖങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഇതുപോലെ ചിരിച്ചൊരു മുഖം. അപ്പോൾ ഇത് എങ്ങനെ മറക്കാനാവും എന്നുള്ളത്, ഇത്രയും വർഷത്തെ ഒരു സിനിമാ ജീവിതത്തിലിടയ്ക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു മുഖവും ചിരിയും ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതാണ്, ആരുടേതാണ്? എനിക്കനുഭവപ്പെട്ടത് ഇങ്ങനെ ഇത് നമ്മൾ ആക്ടിങ്ങിൻ്റെ ഒരു ഭാഗമല്ലേ, നമ്മുടെ തൊഴിലിൻ്റെ ആക്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ പറയുന്ന മാതിരി ഈ ആക്ടർ വേറെ പിന്നെ പേഴ്സണായിട്ട് ആൾ വേറെ, അങ്ങനെ അത്രത്തോളം കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടോ മലയാള സിനിമയിൽ? അങ്ങനെ കടപ്പെട്ടിരിക്കാന്ന് പറയുന്നത് നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, പെട്ടെന്ന് മനസ്സിൽ വരുന്ന അത്രത്തോളം ഇല്ല. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരും, എല്ലാവരും നമുക്ക് പിന്നെ പല സഹായങ്ങൾ ചെയ്തവരും പല രീതിയിൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യക്തികളൊക്കെ തന്നെയാണ്. ആ ഒരു ഫീലിംഗ് നമുക്ക് ഓരോ സിനിമ നടക്കുന്നു അപ്പോഴുണ്ടാകുന്ന സൗഹൃദ ബന്ധങ്ങളും, വേറെ സിനിമ നടക്കുന്നു അപ്പോഴും ഉണ്ടാകുന്ന സൗഹൃദ ബന്ധങ്ങൾ, അങ്ങനെ ഒരു വലിയ സ്നേഹബന്ധങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സിനിമയിൽ പ്രത്യേകിച്ച് പറയുന്നത് പ്രണയമാണ്. ഈ പ്രണയത്തിനൊപ്പം തന്നെ കൂട്ടിവായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെ ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസുദേവനാണ്. അദ്ദേഹത്തിന് 96 സിനിമകളിലൂടെ എത്രത്തോളം അതിന്റെ സംഗീത സിനിമയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ സിനിമയിൽ എത്രത്തോളം അനിവാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകളും അത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടോ സിനിമയ്ക്ക്? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്വതവേ മീൻസ് പിന്നെ ഒരു പിക്ചറിന് ശരിക്കും അത് ജീവൻ വെക്കുന്നത് അതിൻ്റെ മ്യൂസിക്കും അതിന് വരുന്ന പിന്നെ ഇമോഷൻസ് വരുന്ന 3 തരത്തിലാണല്ലോ നമുക്ക് സിനിമയ്ക്ക് ശബ്ദങ്ങൾ വരുന്നത്. ഒന്നും നടനുണ്ടാക്കുന്ന ശബ്ദം, പിന്നെ പശ്ചാത്തലം ഒരുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദം, പിന്നെ നമ്മൾ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ഇങ്ങനെ 2-3 തരത്തിലുള്ള ശബ്ദങ്ങളെ നമുക്ക് വിടുകയാണ്. അതിൽ ഈ ഇമോഷൻസോ അല്ലെങ്കിൽ നമ്മൾ ഇത്തരം മ്യൂസിക്കുകളും ഇതുമാണ് ശരിക്കും നമുക്ക് ജീവൻ വെക്കുന്നത്. ഒരു ആക്ടറെ പൂർണ്ണമാക്കുന്നതും ശരിക്കും ഈ മ്യൂസിക് തന്നെയാണ്. ഈ മ്യൂസിക്കും ഇതൊക്കെ തന്നെയാണ്. അതാണ് മറ്റ് കാണികളുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറുന്നത്. ശരിക്കും നമ്മളെ ആക്ടിങ്ങിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്ന ഈ ഒരു സംഗീതം കൂടി ചേരുമ്പോഴാണ്, ഈ മ്യൂസിക്കും കൂടി ചെല്ലുമ്പോഴാണ്. അത് ഇതിന് വളരെ 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 ആപ്റ്റായിരുന്ന ആ മ്യൂസിക് തന്നെ കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ അഭിനയിച്ചത് മാത്രമല്ല, പക്ഷെ അത് ഹൃദയത്തിലേക്ക് ഇടിച്ച് കയറ്റുന്നത് ശരിക്കും മ്യൂസിക് തന്നെയാണ്. കംപ്ലീറ്റ് ഫീൽ ചെയ്തു വെച്ചതിന്റെ ഒപ്പം കൂടി ഇതുകൂടെ ചേരുമ്പോഴാണ്. ആക്ടർ പൂർണ്ണ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു അതിന്റെ തിരക്കഥ എന്ന് പറയുന്നത് അല്ലെ. തീർച്ചയായിട്ടും ഫെസ്റ്റിവൽസിൽ പോകുമ്പോൾ അവാർഡ് പരിഗണിച്ചാൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ സംസാര വിഷയമായിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ എന്നുള്ളത്. തിരക്കഥയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നട്ടല്ലെന്ന് പറയുന്നത്. അതിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ കളിക്കുന്നത്. അതും ബാലൻസ് ഇല്ലാതെയാണെങ്കിലാണ് ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് ചെരിഞ്ഞ് വീഴുന്നതും പിടിക്കുന്നത്. അപ്പോൾ അത് പൂർണ്ണമായും നല്ല ശക്തമായ ഒരു പ്രമേയമായിരുന്നു ആണെന്നുള്ളത്. ഈ ഏകദേശം 2021 കാലഘട്ടത്തിൽ ഇതിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ. ഇപ്പോൾ ഫെസ്റ്റിവലിലേക്ക് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ തിയേറ്റർ റിലീസ് വൈകാറുണ്ട്. ഇത് തന്നെയായിരുന്നു റീസൺ ഇത്രത്തോളം തിയേറ്റർ റിലീസിന് വൈകാൻ കാരണം? അതിനെ കുറിച്ച് ഞങ്ങൾക്ക് വെളുങ്ങനെ അറിയില്ല. എനിക്ക് വെളുങ്ങനെ അറിയില്ല. കാരണം അതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ഡയറക്ടറും ക്യാമറമാനും പിന്നെ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരാണ് അതിന് വേണ്ടി ശക്തമായിട്ട് ഓടിക്കളിച്ചിട്ട് മെനക്കെട്ട് ഇതാക്കിയിരുന്നത്. ഞങ്ങൾ അഭിനയിച്ചു, പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്തായി എവിടുത്തെ എന്നൊക്കെ, അല്ലാതെ എനിക്കത് പൂർണ്ണമായിട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ തിയേറ്ററുകളിൽ ഇപ്പോഴും ഇപ്പോൾ ഓരോ കാലഘട്ടത്ത് സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് പലതരം പ്രതിസന്ധികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അന്യഭാഷ ചിത്രങ്ങൾ വരവായിരിക്കാം, അല്ലെങ്കിൽ തിയേറ്ററിന് അതിൻ്റെതായിട്ടുള്ള സ്പേസുകൾ നമുക്ക് കിട്ടുക, ഉദ്ദേശിച്ചത്രത്തോളം സ്ക്രീനുകൾ കിട്ടുക എന്നുള്ളതൊക്കെ ലഭ്യത കുറവൊക്കെ വന്നേക്കാം. ഇപ്പോഴാണ് സമീപകാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ എത്രത്തോളം ഹിറ്റായിട്ട് വിജയ ചിത്രങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു തരത്തിൽ നല്ലതാണെങ്കിലും മറുതരത്തിൽ വരുന്ന ചിത്രങ്ങൾക്ക് അതൊരു പ്രതിസന്ധിയായിട്ട് മാറും തോന്നുന്നുണ്ടോ? മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഇറങ്ങുന്ന ചിത്രങ്ങളെല്ലാം അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് എല്ലാ തിയേറ്ററിലും വരുന്നുണ്ട്. അപ്പൊ ഒരു ചിത്രം ഹിറ്റ് ആവാൻ അതിന് മുമ്പത്തെ ചിത്രങ്ങൾ പോവുക എന്നുള്ളതുണ്ട്, അങ്ങനെയുമില്ല, സംഭവിക്കുന്നില്ല. അപ്പൊ ഇത്രത്തോളം തിയേറ്ററിലൊക്കെ നിറഞ്ഞോടുന്ന സിനിമകൾ ഉള്ളപ്പോ പുതിയൊരു ചിത്രം വരുമ്പോൾ ഇത് ചിത്രത്തിന് കിട്ടുന്ന വേണ്ടത്ര സ്ക്രീനുകൾ കിട്ടുമോ, സ്വീകാര്യത കിട്ടുമോ എന്ന അത്തരത്തിലൊരു പ്രതിസന്ധിയോ ആകുലതയോ ഉണ്ടോ? അങ്ങനെ പേടി ആദ്യം തോന്നിയിരുന്നെങ്കിലും ഇപ്പൊ നമുക്ക് എല്ലാ തിയേറ്ററിലും തോന്നിയിട്ടുണ്ട്. അല്ല, അങ്ങനെ കിട്ടുമോ കിട്ടില്ല എന്നുള്ളൊരു കാരണം ഇപ്പോഴത്തെ ഇതാ അങ്ങനെയാണല്ലോ. ഏറ്റവും വലിയ ആളുടെ പിന്നെ ആക്ടേഴ്സിന്റെ പോലും തിയേറ്റർ കിട്ടാതെ ഓടിക്കളിക്കുന്ന ഒരു സമയമാണ് മൊത്തത്തിൽ തന്നെ. അപ്പൊ അങ്ങനത്തെ ഞങ്ങളെപ്പോലത്തെ ആളുകളുടെ ഒരു സിനിമ വരുമ്പം ഒരു സ്വാഭാവികമായിട്ടൊരു പേടി ഉണ്ടാവും.
കാരണം ഞങ്ങൾക്ക് അത്ര വലിയ പിന്നെ സ്പോൺസേഴ്സ് ഇല്ല, അത്ര വലിയ എല്ലാ സ്ഥലത്തും കണ്ടമാനം ഇറക്കാനുള്ള കാശില്ല, പിന്നെ പബ്ലിസിറ്റിക്കുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. ചുരുങ്ങിയ ആളുകളും ചുരുങ്ങിയ ശക്തിയും വെച്ചുകൊണ്ട് ഈ ശക്തന്മാരുടെ ഇടയിലേക്ക് എങ്ങനെ പടം എത്തിക്കാൻ പറ്റും എന്നുള്ള തീവ്ര യജ്ഞത്തിന് നടുവിൽ കൂടെ വരുന്ന പടമാണ്. അപ്പോൾ അതിൻ്റേതായൊരു ഭയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഓടിക്കൊണ്ടിരിപ്പം റിസൾട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പല തിയേറ്ററിലും ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. பட் என்ன இருந்தாலும் இந்த படத்தில் வந்து ஒரு அந்த மாதிரி பெரிய ஒரு ஸ்டார் கேரக்டர்ஸ் ஒருத்தரும் இல்லை. நாங்கள் ஒன்றும் பெரிய ஸ்டார்ஸ் இல்லை. மற்ற பேரெல்லாம் நல்ல ஆக்டர்ஸ், எல்லாரும் நல்லா பண்ணுறவா. ஆனால் அந்த மாதிரி ஒரு பிக் பட்ஜெட் ஃபில்ம் இல்லை இது. இதுக்கு ஒரு தனியாக சில பேருக்கு தான் பிடிக்கும். ஐ திங்க் இட்ஸ் அ குட் ஃபீல் குட் ஃபில்ம். இன்னும் ஒரு படத்தோட மஞ்சுமன் பாய்ஸ் மாதிரி ஒரு படத்தோட கம்பேர் பண்ண முடியாது. இட் கேனாட் பி ஈக்குவலி கம்பேர்டு. இது வேறு, அது வேறு. இது வந்து சம்திங் டு டச் யுவர் ஹார்ட். தட் வாஸ் அ வெரி ட்ரமாட்டிக். அவ்வளோ நல்ல சினிமா இருக்கும்போது இந்த ஸ்டார் வேல்யூலும் பிரச்சனை இல்லை. ஸ்டார் வேல்யூ இருக்கணும். இஃப் யூ ஹாவ் அ ஸ்டார் தென் யூ நோ த ஃபில்ம் ஹேஸ் டு மேக் ஸோ மச் மணி இல்லையா? இது வந்து ஒரு ஹம்பிள் ஆஃபரிங். ஐ திங்க் ஃபர்ஸ்ட் டைம் டைரக்டர், இது யங் டைரக்டர், அவரே எல்லாம் பண்ணுறான். ஸோ இந்த சினிமாவோட ஸ்டார் தானே, அந்த ஸ்கிரிப்ட் தானே, அப்படியா? மேம் இது ஃபர்ஸ்ட் டெபி மூவி தானே ஓகே கண்மணி. அவ்வளோ பெரிய டைரக்டருக்கு மணிரத்னம் சார். அது பாக்கியம். அது ஒரு சான்ஸ்ன்னு சொல்லலாம். பெரிய பாக்கியம். அது வந்து எல்லா ஐ நோ தட் எல்லாம் அப்படி நடக்காது. இது ஒரு பாக்கியத்தில் நல்லா நடந்தது. சின்ன படம் தான், அவருக்கு ஒரு சின்ன படம் தான். பொன்னியின் செல்வன் மாதிரி கிடையாது. இது ஒரு சின்ன சைடு, கொஞ்சம் பின்னால் ஒரு பெரிய ஃபில்ம் பண்ணிவிட்டு சார் ஒரு சின்ன படம் பண்ணுவார். ஆனால் இந்த சின்ன படம் வந்து ஆக்சுவலி இட்ஸ் டன் வெரி வெல். அண்ட் எனக்கு ஒரு பெரிய பெரிய பாக்கியமும் அண்ட் லவ்லி எக்ஸ்பீரியன்ஸ். நல்லா கற்றுக்கிறதுக்கு யூனோ குட் ஆக்டர்ஸ். துல்கர் வாஸ் தேர். அண்ட் இதுக்கு முன்னாடி மலையாளம் படம் நிறைய பார்த்துருக்கோம். நிறைய சின்ன வயசுலேருந்து செம்மீன்லேருந்து எல்லாம் பார்த்துட்டுருக்கேன். ஐ லவ் சினிமா. பட் அப்படி அந்த மாதிரி കിട്ടക്ക പാക്കില്ല. സോ ഇതുക്കപ്പുറം ദാ ആൻഡ് എപ്പോഴും ഇതിൽ സംസാരിക്കുമ്പോൾ ഇതിൽ തന്നെ അതിൻ്റെ ട്രെയിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, ലിവിങ് ടുഗദർ എന്നുള്ളത്. നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനെ കുറേ കൂടിയും ഇതിനെ അംഗീകരിച്ച് തുടങ്ങിയതും കുറേ കൂടി അധികമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതൊക്കെ വളരെ കുറച്ച് കാലഘട്ടമായിട്ടാണ് അല്ലേ? അതിന് മുമ്പ് ഈ വാക്ക് കുറച്ചും കൂടി സ്വീകാര്യത കുറവുള്ളതായിരുന്നു, പ്രത്യേകിച്ച് പാരൻസിൻ്റെ ഇടയിൽ. ലിവിങ് ടുഗദർ സ്വാഭാവികമായിട്ട് ഇത്തരം ജനറേഷനുകളിൽ അല്ലെങ്കിൽ അതിനോട് കുറേ കൂടി താല്പര്യം വരുമ്പോൾ ഒരു പാരൻസ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് യോജിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? But that's a commentary on society as it is now. இவங்க ரெண்டு பேர் கொஞ்சம் ஸ்ட்ரெயிட் ரோடு, கல்யாணம் பண்ணிட்டு. பட் அது ஒரு ஜோக் மாதிரி. இட் வாஸ் அ ஜோக். But now the world is changed. അതും എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളിപ്പോൾ ചോദ്യത്തിന് ഇവരെ രണ്ടുപേരുടെയും മാനസികാവസ്ഥമായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ അല്ലേ? ഇപ്പം ലിവിങ് ടുഗദറിൽ തയ്യാറാവുന്ന രണ്ടുപേരും അവരുടെ മാനസികാവസ്ഥമായത് എങ്ങനെ ഇതാവും അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യം. വളരെ സന്തോഷകരമായിട്ട് പോകുന്ന ലിവിങ് ടുഗദേഴ്സ് ഉണ്ട്. അത്തരത്തിൽ അതിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ എനിക്ക് എത്രയും കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു കട്ടനിട്ട് തരാൻ ഒരാളില്ല എന്നുള്ളത്. സത്യത്തിലെ അന്യോന്യം അല്ലെങ്കിൽ പരസ്പരം നമ്മുടെ ഒരു സഹായത്തിനും അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടാവാൻ ഇതിനു വേണ്ടി മാത്രമാണോ പ്രണയം സംഭവിക്കുന്നത്? സത്യത്തിൽ അങ്ങനെയാണോ? എന്ത് തോന്നുന്നു? ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവാനും നമുക്ക് സഹായം സംഭവിക്കാനും ഇത്തരത്തിൽ ഉള്ള ചിന്തകളിൽ നിന്ന് മാത്രമാണോ പ്രണയം സംഭവിക്കുന്നത്? ആണോ? Pranayam, after a certain age, pranayam is companionship. Okay. So you're living together, yes, but ஒரு companionship, ஒரு dependency, you know, that to, you know, tell your feelings, somebody to make kattan chai, correct? Somebody who wants a house, she wanted a house, she got it. அது ஒரு நல்ல இடத்துல கிடைச்சது ரொம்ப. She was very happy. And the village family came around them. So the village family is very important. And the old age home le family கிடையாது. ஆனால் இங்கே வந்து ஒரு village is also a family actually.
எல்லாரும் வந்து அந்த ஃபீல்ட்லேயோ அந்த வேலை செய்கிறவா, போட் மீன் பிடிக்கிறவா எல்லாம் அவங்க எல்லாம் சேர்ந்து ஒரு குடும்பம். ஸோ அது கிடச்சிது. அது ஒரு பெரிய பிரணயம் தான். ஸோ இம்பார்ட்டன்ட் திங் இன் ஓல்ட் ஏஜ் இஸ் கம்பேனியன்ஷிப் and respect for each other. ജയരാജേട്ടൻ തോന്നുന്നു ജയരാജേട്ടൻ എന്തോ പറയാൻ വന്നിട്ട് അതങ്ങ് ഇല്ല, അത് മറന്നുപോയി സത്യം പറഞ്ഞത്. എന്തേത് പറഞ്ഞു വിട്ടുപോയിരുന്നു. സത്യത്തിൽ അങ്ങനെ പ്രണയം സംഭവിക്കുന്നത് ഇത്തരത്തിലൊരു ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവാൻ വേണ്ടി മാത്രമാണെന്നായിരുന്നു ചോദ്യം. ഉണ്ടായിരുന്നത്. അവിടെയാണ് നമ്മൾ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഇപ്പം ആണും പെണ്ണും മാത്രമുള്ള പ്രണയം മാത്രമല്ലല്ലോ, അതുമല്ല. എന്തിനോട് പ്രണയം. പണ്ടായിരുന്നെങ്കിൽ പാരന്റ്സ് പറഞ്ഞിരുന്നത് അവനവന്റെ ജാതി നോക്കി നീ പ്രണയിച്ചോ, ആരെ വേണമെങ്കിലും പ്രണയിച്ചോ, വീട്ടിൽ ഓക്കെ ആണെന്നുള്ളത്. ഇപ്പൊ പറയുന്നത് ജാതിയും മതം പ്രശ്നമല്ല, പക്ഷേ ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ LGBTQ എന്നൊരു ഹാഷ്ടാഗ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതിന് സ്വീകാര്യത ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അല്ലെ? അപ്പോ യോജിക്കുന്നു അതിനോട്? ഇപ്പോഴും നിങ്ങൾ ചോദ്യത്തിനോട് എനിക്ക് ഇതാക്കാൻ പറ്റാതെന്ന് വെച്ചാല്, ഒരു ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് ഇവരെ എത്തണമെങ്കിൽ ഇവർ രണ്ടാളും മാനസികാവസ്ഥയും ഒരേമാതിരി ആയാലും മാത്രമേ അത് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ആണും പെണ്ണും മാത്രമുള്ള പ്രണയമല്ല. നമുക്ക് നമ്മളെ മനസ്സിനോട് പിന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട്, ഒരു പ്രണയമുണ്ട്. അതിനൊക്കെ തന്നെ നമ്മൾ പ്രണയം തന്നെയാണ് പറയുന്നത്. പല തരത്തിൽ നമുക്ക് അതിന്റെ പ്രണയം എന്ന് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അവിടെ ആണെന്ന് പെണ്ണെന്നുള്ള വ്യത്യാസങ്ങളുടെ ആവശ്യമില്ല. പ്രണയം ആര് തമ്മിലാണെങ്കിലും അതിനോട് അനുകൂലിക്കുന്നു തീർച്ചയായിട്ടും എന്നാണ്. ஈவன் ஆண் பெண்ணுக்கும் கம்பேனியன்ஷிப் இருக்கணும், അതെ, அண்ட் ட்ரஸ்ட் இருக்கணும், ரெஸ்பெக்ட் இருக்கணும். அப்பதான் அந்த பிரணயம் கூடி ஆகும். இல்லைன்னா ஆகவே ஆகாது. இஃப் யூ டோன்ட் ரெஸ்பெக்ட் யுவர் கம்பேனியன், தேர் இஸ் நோ லவ். யூ ஹாவ் டு லவ் த பர்சன் enough to respect them. അത്തരത്തിൽ പ്രണയത്തെക്കുറിച്ച് ഇത്രത്തോളം സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാം അത്തരത്തിലൊരു വിവാഹം എന്നൊരു കോൺസെപ്റ്റ് വേണ്ടെന്ന് വെച്ചു? അത് സ്വന്തം ലൈഫ് பர்சனல் தானே, ஒரு ரீசன் கிடையாது. நான் வந்து ஓப்பனா தான் இருந்தேன், கிடைக்கல, பாக்கியம் இல்லை. நிஜமாவே மேபி நான் வந்து டான்ஸரா இருந்ததுனாலோ இல்லைன்னா கொஞ்சம் வித்தியாசமான ஒரு லைன் எடுத்தேன் அதனால, இல்லைன்னா பிகாஸ் ஐ வாஸ் நாட் ஃப்ரம் த மெயின் ஸ்ட்ரீம் ரிலீஜியஸ் குரூப், அதுவும் இருக்கலாம். ஸோ ஏதோ வாட் எவர் இஸ் ரிட்டன் யூ ஹாவ் டு அக்செப்ட் இட். அந்த மாதிரி நினச்சிட்டு ஐ எம் வெரி ஹாப்பி வெதர் ஐ எம் மேரிட் ஆர் நாட் மேரிட், நோ ப்ராப்ளம். நான் வந்து சந்தோஷமா தான் இருக்கேன், ഹാപ്പിയാ ഇരിക്കെ. ஆமா ஆமா. പ്രണയം തുടരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു പ്രമേയമുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇത് കാണുന്ന പ്രേക്ഷകരോട് സംസാരിക്കുന്ന ഒരു ഇതെന്താണ്, വിഷയം എന്താണ് ശരിക്കും? പ്രണയത്തിനേക്കാൾ അപ്പുറം എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ സിനിമ? സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് തന്നെയാണ്, നമ്മുടെ സഹജീവികളെ പിന്നെ നമുക്ക് അവരുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുക, അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുക, അതിനകത്ത് നമ്മളൊരു പാർട്ട്ണറാവുക എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ആണ് ലൈഫ്. അതാണ് നമുക്ക് വേണ്ടതെന്ന് തന്നെയാണ് സിനിമയും പറയുന്നത്. ഈ പ്രണയം എപ്പോഴും പൈങ്കിളി എന്ന് പറയാറുണ്ട്. 70കളിലെ പ്രണയം പൈങ്കിളിയാണോ? അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. വെറും അത് മാത്രമല്ല ഞാൻ പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾ നമ്മൾ പ്രണയമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം പറഞ്ഞത്, ഇപ്പം നമ്മൾ പല വാർത്തകളിലും അത് കേൾക്കുന്നതും വായിക്കുന്നുണ്ട്. ഇപ്പൊ വാപ്പാൻ ആനേന്റെ ഉടമസ്ഥൻ മരിച്ചു കിടന്നിട്ട് അന്നോട് വായിച്ചു തന്നത്, ഒരു ആന വന്നും കണ്ട് എല്ലാം തട്ടിത്തച്ച് വന്നും കണ്ട് ഇയാളുടെ മൃതദേഹത്തിന് മുമ്പിൽ വന്നും കണ്ട് ആന തുമ്പിക്കൈ ഉയർത്തിങ്ങാണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം കൊണ്ടുവരുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു പ്രണയം തന്നെയാണത്. ഇവർക്ക് രണ്ടാൾക്കും വിടാൻ പറ്റാത്ത ഒരു വികാരം ആനയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്. അത് തന്നെയാണ് അതിൻ്റെ ശക്തമായ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട്. അത്രത്തോളം ഈ പ്രണയം എന്നുള്ളത് ഉള്ളിൽ കൊണ്ടുവരുന്നത്രത്തോളം പ്രിഷ്യസ് ആയിട്ട് അല്ലെ, പ്രണയം സ്നേഹമാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രണയം പക കൂടിയാണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി പറയേണ്ടിയിരിക്കുന്നു അല്ലെ. പലപ്പോഴും ഈ പ്രണയം പകയായിട്ട് മാറാറുണ്ട്. പണ്ടൊക്കെ എത്രത്തോളം പ്രപ്പോസൽസ് ഉണ്ടാവുന്നതോ റിജക്ട് ചെയ്യുന്നതോ
സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ട്രൈ ചെയ്യലോ അല്ലെങ്കിൽ അത്രത്തോളം പ്രിഷ്യസ് ആയി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇത്തരം പ്രപ്പോസൽ സംഭവിക്കും, റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രണയം പകയായിട്ട് മാറുന്ന കണ്ടിട്ടില്ല അല്ലെ? ഈ ജനറേഷൻ മാറുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ നോക്കി കാണുന്നു? എന്താ ഫീൽ ചെയ്യാറുള്ളത്? അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അയാളുടെ വളർച്ചയുടെ ഒരു ഭാഗം എനിക്ക് തോന്നുന്നു. അയാൾ വളരുന്ന സാഹചര്യവും അപ്പം അയാൾ അവിടെ എത്തിയിട്ടുണ്ടാകുന്ന സാഹചര്യമായാണ് തന്നെ. അല്ലാണ്ട് അത് എനിക്ക് കിട്ടാത്ത വേറെ ആർക്കും കിട്ടണ്ടെന്നുള്ള തോന്നലും കൂടി ഉണ്ടോ? അതൊക്കെ ഞാൻ പറഞ്ഞത് അയാളുടെ വളർച്ചയുടെ നമ്മൾ എങ്ങനെയായാലും വളരുന്നത് നല്ല ഇതിലൂടെ വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രീതിയിൽ തന്നെ വളരുക. എല്ലാം നമ്മൾ വേറൊരു കൂട്ടുകെട്ടിലും വേറെ രീതിയിലാണ് വളരുന്നത്. അതായത് ഒരു വൃക്ഷത്തിന് വളം എങ്ങനെ പാകമാകുന്നു അതുപോലെ തന്നെയാണ് നമുക്കും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ വളർച്ചയ്ക്ക് വളരെ ബാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. നമ്മൾ വളരുന്ന സാഹചര്യം ഇത്തരം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വളരുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാ പ്രശ്നം നെഗറ്റീവ് തന്നെയായിരിക്കും. എല്ലാം നല്ല പോസിറ്റീവായ രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചുറ്റുപാട് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞ അവരുടെ വളർച്ചയുടെ ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ്. I think இந்த ஒரு வயசுக்கு அப்புறம் இட்ஸ் நாட் ஓன்லி ஃபிசிக்கல் அட்ராக்ஷன். யூ ஹேவ் ஆல்ரெடி ஒரு கல்யாணம் ஆயிடுத்து, அதுவும் தன்னை தெரியாமல் கல்யாணம் ஆயிடுத்து, இல்லைன்னா அம்மா அப்பா சொல்கிறதுனால கல்யாணம் ஆயிடுத்து, குழந்தை ஆயிடுத்து, கிராண்ட் சில்ட்ரன் ஆயிடுத்து. பட் ஒரு ஏஜுக்கு அப்புறம் there's no need to hide anything. When you're young, you hide some things. அப்புறம் சிலதெல்லாம் நாங்கள் காட்டுறோம். We are worried about social opinion and all that. But in the vayasla, there's nothing. I talk to him about my husband. He tells me about his wife. I tell him I want to I want to be next to my husband. He tells me that the children want the land. So we share each other's understanding irukku. Because ஒரு வயசுக்கு அப்புறம் you have no attachment to the land or to the thing. Only the memories of your life are there. So அது ஒரு ரொம்ப நல்ல இடம். When you're old, it's very easy actually to love. No problems. Because you're not worried about society. இல்லையா? அந்த கவலை இல்லை. அம்மா என்ன சொல்லப்போறா, அப்பா என்ன சொல்லுவாங்க, பக்கத்தில் நேபர்ஸ் என்ன சொல்லுவாங்க, அந்த மாதிரி ஒரு கவலை இல்லை. யூஆர் ஃப்ரீ. ബാക്ക് ടു ചൈൽഡ്ഹുഡ് മാതിരി യോസിக்கலாம். പ്രണയം ആക്ച്വലി സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യം കൂടിയായിട്ട് മാറണം എന്നുള്ള രീതിയിലേക്ക് അല്ലെ? ഈ വർഷം സത്യത്തിൽ അങ്ങനെ കൂടെ സൂചിപ്പിക്കാം ഇനി മുതൽ അല്ലെ? 1947 ജനനം പ്രണയം എന്നുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രണയം എല്ലാവരുടെയും സ്വാതന്ത്ര്യം കൂടിയായി മാറട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരുടെയും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു യാത്ര ഈ സിനിമയിലൂടെ തന്നെ കുറേയേറെ സിനിമകൾ ഇനിയും ഇതുപോലെ നായകനും നായികയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. കുറേയേറെ പ്രണയം പറഞ്ഞിട്ടുള്ള മലയാള സിനിമയ്ക്ക് പ്രണയം തുടരുന്നു എന്നുള്ള ചിത്രം വ്യത്യസ്തമായ പ്രമേയത്തിലൂടെയും എന്നും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രം കൂടിയായിട്ട് മാറട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.